എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കാലത്തിൻ്റെ ചക്രത്തിൽ ഓരോ ദിവസവും ആകാശത്ത് തെളിയുന്നതായ ഗ്രഹരേഖകൾ നമ്മൾ ഇങ്ങ് ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിക്കുന്നു എന്ന് കൃത്യമായി നമ്മൾക്ക് അറിയുന്നതിനായി അല്ലെങ്കിൽ പ്രവചിക്കുന്നതായ ഒരു ശാസ്ത്രമാണ് ജ്യോതിഷം എന്ന് പറയുന്നത്. അപ്പോൾ നാളത്തെ ദിവസം പകൽ സമയത്ത് ഏത് നക്ഷത്രമാണ്, അതല്ലെങ്കിൽ എങ്ങനെയാണ് അത് നമ്മുടെ ഭൂമിയിലുള്ള മനുഷ്യരിലേക്ക് പ്രഭാവം ചെലുത്തുന്നത് എന്നൊക്കെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ കൃത്യമായ പഞ്ചാംഗ വിവരത്തിലേക്ക് കടന്നാൽ നാളെ 1201 കർക്കിടക മാസം 15-ാം തീയതി, 2026 ജൂലൈ മാസം 31 വെള്ളിയാഴ്ച ദിവസം. നാളത്തെ പഞ്ചാംഗ പ്രകാരം കൃഷ്ണപക്ഷത്തിലെ ദ്വിതീയ തിഥിയാണ് രാത്രി 10:31 വരെ ഉള്ളത്. അപ്പോൾ അതിനുശേഷം തൃതീയ തിഥിയുടെ ആരംഭമാകുന്നുണ്ട്. അപ്പോൾ ആകാശത്ത് നാളെ ഉദിച്ചു നിൽക്കുന്ന നക്ഷത്രം ഏതാണെന്ന് നോക്കിയാൽ നാളെ വൈകുന്നേരം ഒരു 7:26 വരെ അവിട്ടം നക്ഷത്രമാണ് നാളെ. അതിനുശേഷം അവിട്ടം നക്ഷത്രം മാറുകയും ചതയം നക്ഷത്രം വന്നു ചേരുകയും ചെയ്യും. അപ്പോൾ നാളെ ശുഭയോഗം ആയുഷ്മാൻ യോഗമാണ്. അപ്പോൾ ഈ പഞ്ചാംഗ വിന്യാസവും നാളത്തെ ഗ്രഹങ്ങളുടെ സ്ഥാനവും ജ്യോതിഷ ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ആഴത്തിലൊന്ന് പരിശോധിക്കുമ്പോൾ ആകെ 9 ഗ്രഹങ്ങളുടെ നിൽപ്പനുസരിച്ച് നാളെ 12 രാശികളിൽ പ്രത്യേകിച്ച് വരുന്ന 3 രാശിക്കാർക്കാണ് പ്രപഞ്ചം മഹാഭാഗ്യം ഒരുക്കുന്നത്. അപ്പോൾ ഈ 3 രാശികളിലായിട്ട് 9 നക്ഷത്രക്കാർ വരുന്നുണ്ട്. അവരുടെ ജീവിതത്തിലാണ് നാളെ മുതൽ ചില വഴിത്തിരിവുകൾ ഉണ്ടാകാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് ഏതെല്ലാം രാശികളാണ്, അവരുടെ നിലവിലെ ദുരിതങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് ഇന്നത്തെ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. വരാഹമിഹിരൻ്റെ ബൃഹത് ജാതകം, കല്യാണവർമ്മൻ്റെ സാരാവലി എന്നീ പ്രമാണ ഗ്രന്ഥങ്ങളെ സാക്ഷി നിർത്തി നാളത്തെ ഗ്രഹങ്ങളുടെ ഗോചരഫലം കൂടി നമുക്ക് വിശകലനം ചെയ്യേണ്ടതായിട്ടുണ്ട്. നാളെ ചന്ദ്രൻ മകരം രാശിയിൽ നിന്ന് കുംഭം രാശിയിലേക്ക് പ്രവേശിക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മുടെ കർമ്മങ്ങളെ നിയന്ത്രിക്കുന്ന ദേവനാര്? ഭഗവാൻ ശനി. അപ്പോൾ ശനി ഭഗവാൻ മീനൻ രാശിയിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്നതാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ എന്നാൽ ഏറ്റവും വലിയ ശുഭഗ്രഹമായ ഗുരു വ്യാഴം തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിൽ പൂർണ്ണ ബലവാനായിട്ട് നിൽക്കുക കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ സൂര്യനും ബുധനും കർക്കിടക രാശിയിലും ശുക്രൻ ചിങ്ങം രാശിയിലും രാഹു കുംഭത്തിലും കേതു ചിങ്ങത്തിലുമാണ് നാളെ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രഹവിന്യാസം നമ്മളിങ്ങ് ഭൂമിയിൽ വലിയ കാന്തിക ഊർജ വ്യതിയാനങ്ങളായിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പോൾ മനുഷ്യരുടെ ചിന്തകളിൽ പെട്ടെന്ന് മാറ്റങ്ങൾ വരികയും വായു ജല സംബന്ധമായ പ്രകൃതി വ്യതിയാനങ്ങൾ വരെ ഇതിന് കാരണമായേക്കാം. പെട്ടെന്ന് മഴ വരും, പെട്ടെന്ന് മഴ മാറിയിട്ട് വെയിൽ വരും. അങ്ങനെ പ്രകൃതിയിൽ പലവിധ വ്യതിയാനങ്ങൾ വന്നു ചേരും, സ്വഭാവത്തിൽ വരെ വരും നമ്മുടെ മനുഷ്യരുടെ. അപ്പോൾ വ്യക്തിഗതമായി നോക്കിയാൽ ഇത്രയും കാലം ശനിയുടെയും നിഴൽഗ്രഹമായ രാഹുവിൻ്റെയും ദോഷവലയത്തിൽ അകപ്പെട്ട് ആകെ ഒന്ന് കഴുത്തിൽ ആരോ പിടിച്ചു മുറിക്കിയതുപോലെ ശ്വാസം മുട്ടിയൊരവസ്ഥ അങ്ങനെ അനുഭവിച്ചുകൊണ്ടിരുന്ന ചില രാശിക്കാർക്ക് അപ്പോൾ ഇവിടെ വ്യാഴത്തിൻ്റെ ഉച്ചസ്ഥിതിയും നാളത്തെ മനസ്സിൻ്റെ കാരകത്വം വഹിക്കുന്നതായ ചന്ദ്രൻ്റെ മാറ്റവും വലിയൊരു രക്ഷാകവചം തന്നെയായിരിക്കും തീർക്കുന്നത്. അപ്പോൾ 12 രാശികളിൽ നാളെ ഏറ്റവും വലിയ ഭാഗ്യം വരുന്നത് 3 രാശിക്കാർക്കായിരിക്കും. ആ രാശിക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ 3 രാശികളിൽ വരുന്ന 9 നക്ഷത്രക്കാർ നാളെ മുതൽ ദുരിതമോചനം നേടാൻ പോകുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഒറ്റ വാക്കിൽ അത് തന്നെയാണ്. കാരണം അത്രത്തോളം മാനസികമായിട്ടുള്ള വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട്. സാമ്പത്തികമായിട്ടുള്ള വിഷമം അത് വേറെ, അതിലേറെ മാനസിക ടെൻഷൻ, പിരിമുറുക്കം. അപ്പോൾ അതിനൊക്കെ ഒരു അയവുണ്ടാകുന്നതായ സമയമാണ്. അപ്പോൾ നമുക്ക് ആ ഭാഗ്യ നക്ഷത്രങ്ങൾ ഓരോന്നായിട്ട് നോക്കിയാൽ അശ്വതി ഭരണി കാർത്തിക വരുന്ന മേടം രാശിയാണ് ആദ്യത്തേത്. അപ്പോൾ നാളത്തെ ദിവസം ഭാഗ്യമനുകൂലമായി വരുന്ന 3 രാശികളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിൽ ആദ്യത്തെ രാശി മേടം, അതേപോലെ രണ്ടാമത്തെ രാശിയായി വരുന്നത് ചിങ്ങമാണ്, മൂന്നാമത്തെ രാശിയായി കാണാൻ സാധിച്ചത് ധനുവാണ്. അപ്പോൾ ഈ 3 രാശികളും അഗ്നിതത്വ രാശികളാണ്. അപ്പോൾ നാളത്തെ അവിട്ടം ചതയ നക്ഷത്രങ്ങളുടെയും അതേപോലെ ചന്ദ്രൻ്റെയും ശുഭദൃഷ്ടി ഈ അഗ്നിതത്വ രാശികളിലേക്ക് പതിക്കുമ്പോൾ നാളത്തെ ദിവസം ഇവരുടെ ജീവിതത്തിൽ ഇത്രയും കാലം പുകഞ്ഞുകൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്ക്, അപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഓർത്താണോ നിങ്ങൾ മാനസികമായിട്ട് വ്യതകൾ ഹൃദയത്തിൽ പേറിക്കൊണ്ട് നടന്നത്, അതിൽ നിന്നൊരു ശാശ്വത പരിഹാരം വന്നു ചേരുന്നതാണ്. അപ്പോൾ എന്നാൽ ഈ ഭാഗ്യാനുഭവങ്ങൾ പറയുന്നതിന് മുൻപേ നിലവിൽ ഈ നക്ഷത്രക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കഠിനമായ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് കൂടി നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന 9 നക്ഷത്രക്കാരുടെ കാര്യത്തിലേക്ക് വന്നാൽ ഇപ്പോൾ വലിയൊരു ഭാരമാണ് മനസ്സിൽ. കഴിഞ്ഞ കുറേ മാസങ്ങളായി നിങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ
മറ്റാരുടേതിനേക്കാളും വലുതായിട്ടുള്ള ഒരു ഭാരമായിട്ട് നിങ്ങളുടെ മനസ്സിനെ മതിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരോടും പറയാൻ പറ്റാത്ത വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഈ പറഞ്ഞ 3 രാശിക്കാർ അനുഭവിക്കുന്നത്. അശ്വതി, ഭരണി, കാർത്തിക വരുന്ന മേടം രാശിക്കാരുടെ കാര്യത്തിലേക്ക് വന്നാൽ, നിങ്ങളുടെ രാശിയാധിപനായ ചൊവ്വയുടെ മോശം ഭാവസ്ഥിതി കാരണം കടുത്ത മാനസിക സമ്മർദ്ദമാണ് നിങ്ങൾ തരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തെന്ന് ചോദിച്ചാൽ, നിത്യച്ചെലവിനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും എന്തോ ഇല്ലാത്തതായൊരവസ്ഥ അനുഭവപ്പെടുന്നുണ്ട്. സന്തോഷിക്കാൻ കാര്യങ്ങളുണ്ടെങ്കിൽ പോലും ആ ഉള്ള കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ സാധിക്കാത്തൊരവസ്ഥയുണ്ടല്ലോ, നിലവിൽ ആ ഒരു അവസ്ഥയിലാണ് നിങ്ങളുള്ളത്. ആര് സഹായിച്ചാലും അല്ലെങ്കിൽ ആരെ സഹായിച്ചാലും ഒടുവിൽ ചീത്തപ്പേര് കേൾക്കേണ്ടതായി വരുന്ന അവസ്ഥ. അതുകൊണ്ടിപ്പം പേടിയാണ്. എന്ത് കാര്യം ചെയ്താലും തനിക്ക് തന്നെ വാളായി വന്നു ചേരുമോ എന്നുള്ളൊരു ഭയം ഉള്ളതിനാൽ തന്നെ ഇപ്പോൾ ആർക്കും ഒരു സഹായവും ചെയ്യാൻ തോന്നാത്ത ഒരു അവസ്ഥ കൂടിയുണ്ട്. തടസ്സങ്ങളാണ്. പണം വരാനുള്ള ഒരു വൈകൽ കൂടി ഇവിടെ കാണുന്നുണ്ട്. ഒന്നുകിൽ ജോലിയുമായി ബന്ധപ്പെട്ട ശമ്പളം കിട്ടാത്തതാകാം, അതല്ലെങ്കിൽ ഉദ്ദേശിച്ച ലോണോ അല്ലെങ്കിൽ പല കാര്യങ്ങളിൽ നിന്ന് ധനം കയ്യിലേക്ക് വരാത്ത പ്രയാസവും ഉണ്ട്. പക്ഷേ നിത്യച്ചെലവിനുള്ളതുണ്ട്. എങ്കിൽ പോലും ഒരു സേവിങ്സ് എന്ന് പറയാനില്ലാത്തൊരു അവസ്ഥ കൂടിയുണ്ട്. കണ്ണുവേദന, തലവേദന, ഇതിപ്പോൾ ഇത്യാദി ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി അലട്ടുന്നുണ്ട്. കണ്ണിന് വേദനയുണ്ട്, അതേപോലെ തലയ്ക്കും അല്പം തലവേദനയുണ്ടല്ലോ, എന്നിവയാൽ അല്പം വലച്ചിലുകൾ. അപ്പോൾ ഈ ടെൻഷൻ കൂടുമ്പോഴാണ് ഇതൊക്കെ വരുന്നത്, കണ്ണിന് ഉറക്കമില്ലാതെ വരുന്നതിനാലൊക്കെ തന്നെ. അപ്പോൾ ഇവിടെ ഗ്രഹങ്ങളുടെ ആ ഒരു നിങ്ങളുടെ മേൽ ചെലുത്തിയിരുന്ന പ്രഭാവത്തിന് മാറ്റമുണ്ടാകുന്നതായ ഒരു സമയമാണ് നാളെ വന്നു ചേരാൻ പോകുന്നത്. മകം, പൂരം, ഉത്രം ചിങ്ങം രാശിക്കാർ, നിങ്ങളുടെ രാശിയിൽ കേതുവും ശുക്രനും ഒരുമിച്ച് നിൽക്കുന്നതിനാൽ കുടുംബ ബന്ധങ്ങളിൽ കടുത്ത വിള്ളലുകൾ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അച്ഛനും മക്കളുമായിട്ടാണെങ്കിൽ അല്ലെങ്കിൽ അമ്മയും മക്കളുമായിട്ട് ഈ നക്ഷത്രങ്ങൾ എങ്ങനെയാണോ ബന്ധം വരുന്നത് അതനുസരിച്ച്, ദമ്പതികളാണെങ്കിൽ അങ്ങനെ ചില ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ട്. സുഹൃത്തുക്കളായിട്ട് ഒരു പാത്രത്തിൽ കഴിച്ച് അല്ലെങ്കിൽ ഒരു പായിൽ കിടന്നുറങ്ങിയവരാണെങ്കിൽ നിങ്ങളുടേതായ ചില വർത്തമാനങ്ങൾ നിമിത്തം ബന്ധുക്കൾ വരെ നിങ്ങളിൽ നിന്ന് പിണങ്ങി പോകേണ്ട ഒരു സാഹചര്യമായിരുന്നു. അത് സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. പങ്കാളിയായിട്ട് പോലും പലപ്പോഴും തർക്കങ്ങൾ, ഒരുപാട് സ്നേഹിച്ച് പ്രേമിച്ച് കല്യാണം കഴിച്ചതാണെങ്കിൽ പോലും തർക്കങ്ങൾ നേരിട്ടൊരവസ്ഥയിലാണ്. എന്തെന്നാൽ ഗ്രഹങ്ങളുടെ ഒരു ആനുകൂല്യം നിങ്ങളിലേക്ക് വന്നു ചേരാഞ്ഞതിനാലാണ് അങ്ങനെ. സ്വന്തം കഴിവിലുണ്ടായിരുന്നതായ വിശ്വാസമുണ്ടല്ലോ, നമുക്കൊരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിൽ ഏത് നിലകളിൽ ശോഭിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു വിശ്വാസം നഷ്ടപ്പെട്ടതായൊരവസ്ഥയുണ്ട്. മാനഹാനി ഉണ്ടാവുക, അല്ലെങ്കിൽ അപവാദം കേൾക്കേണ്ടതായി വരിക, അങ്ങനെ പല ബുദ്ധിമുട്ടുകളും നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ അല്ലെങ്കിൽ ആ ഒരു അനുഭവത്തിലൂടെയാണ് ഇപ്പോൾ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി മൂലം, പൂരാടം, ഉത്രാടം വരുന്ന ധനുരാശിക്കാരുടെ കാര്യത്തിലേക്ക് വന്നാൽ, ശനിയുടെ 7ാം ദൃഷ്ടി നിങ്ങളുടെ രാശിയിലേക്ക് വരുന്നതിനാൽ സാമ്പത്തികമായി കടുത്ത പ്രതിസന്ധിയിലാണ് നിങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നിലവിലെ കാര്യം പറയുമ്പോൾ സാമ്പത്തികമായി വലിയൊരു പരാധീനതയുള്ള അവസ്ഥയിലാണ്. വാങ്ങിയ കടമൊക്കെ വീട്ടാൻ കഴിയാതെ ആളുകളുടെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമായിട്ട് അല്ലെങ്കിൽ തല താഴ്ത്തി നിൽക്കേണ്ട ഒരവസ്ഥ. കടം വാങ്ങിച്ചു പക്ഷെ തിരിച്ചു കൊടുക്കാനായിട്ട് പറ്റാത്തതായ ഒരു സാഹചര്യം. എത്ര അധ്വാനിച്ചാലും കയ്യിൽ 5 പൈസ നിൽക്കാത്ത, അല്ലെങ്കിൽ സ്വന്തം കാര്യങ്ങൾക്ക് ഒരു 5 പൈസ എടുക്കാൻ തികയാത്ത ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. എന്തുകൊണ്ടാണ് ഈ ദുരിതങ്ങൾ നിങ്ങൾക്ക് വന്നത്? ഇതാണ് ഇവിടുത്തെ ചോദ്യം. ഉത്തരം കൂടി നിങ്ങൾ കേൾക്കുക. ഗ്രന്ഥങ്ങൾ ഇതിനെ ഗ്രഹവൈഷമ്യം എന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കും, ഗ്രന്ഥപ്രകാരം നോക്കുമ്പോൾ. കാരണം നിങ്ങളുടെ ജാതകദോഷമല്ല ഇതെന്ന് ആദ്യം മനസ്സിലാക്കുക, മറിച്ച് ഗോചര രീതിയാൽ ശനിയും രാഹുവും കേതുവും നിങ്ങളുടെ രാശികളെ കഠിനമായി പീഡിപ്പിച്ചുകൊണ്ടിരുന്ന കാലഘട്ടമായിരുന്നു നിങ്ങൾക്ക് ഇത്യാദി ബുദ്ധിമുട്ടുകൾ നൽകിക്കൊണ്ടിരുന്നത്. എന്നാൽ പ്രപഞ്ച നിയമപ്രകാരം നോക്കുമ്പോൾ കഷ്ടപ്പാടുകൾക്കൊരു അവസാനം എന്നായാലും ഉണ്ടാകുന്നതാണ്. ഗ്രഹവിന്യാസം അല്ലെങ്കിൽ ഗ്രഹങ്ങളുടേതായ ചില ക്രൂരപ്രവർത്തികൾ നമ്മളിലേക്ക് വരുമ്പോൾ അത് അനുഭവിച്ചാൽ പോലും പിന്നീട് അതിനൊരു മാറ്റം തീർച്ചയായും, അല്ലെങ്കിൽ ഒരു അറുതി, അത് പ്രപഞ്ച നിയമം അങ്ങനെയാണ്. നമ്മൾ പറയാറുണ്ടല്ലോ, എപ്പോഴും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വിഷമങ്ങൾ മാത്രം സംഭവിച്ചുകൊണ്ടിരിക്കില്ല. രാത്രിയുണ്ടെങ്കിൽ ഒരു പകലുണ്ട്, പകലുണ്ടെങ്കിൽ രാത്രിയുണ്ട്, താഴ്ചയുണ്ടെങ്കിൽ ഒരു ഉയർച്ചയുണ്ട്, ഒരു ഉയർച്ചയുണ്ടെങ്കിൽ താഴ്ചയുമുണ്ട്. ഇതൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ ജീവിതത്തിലേക്ക് പ്രാബല്യത്തിൽ വരുമ്പോൾ ആരായാലും പെട്ടെന്ന് ഒരു വിഷമത്തിലേക്ക് എത്താറുണ്ട്. എങ്കിൽ പോലും പ്രപഞ്ച നിയമം എന്നൊന്നും ഉണ്ട്, അതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. കഷ്ടപ്പാടുള്ള ഒരാൾക്ക് അതിനൊരു അവസാനം തീർച്ചയായും ഭഗവാൻ പറഞ്ഞിട്ടുണ്ടാകും. ആ അവസാനമാണ് നാളത്തെ ദിവസം. അതായത് കഷ്ടപ്പാടുകളുടെ അവസാനവും ഭാഗ്യത്തിൻ്റെ തുടക്കം കൂടി കുറിക്കുന്നതായ ദിവസം. അപ്പോൾ നാളെ ആകാശത്ത് സംഭവിക്കുന്ന ഒരു വലിയ അനുകൂല ഊർജ്ജമെന്ന് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു. ആ ഒരു ഊർജ്ജം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ചില ലളിതമായ പരിഹാരങ്ങൾ കൂടി പറഞ്ഞു തരാം.
ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ചെയ്യുക. അല്ലാത്ത പക്ഷം നല്ല സൽക്കർമ്മങ്ങൾ ചെയ്ത് കർമ്മം കൃത്യമായി ചെയ്ത് മുന്നോട്ട് പോയാൽ മതി. അല്ലാതെ വേറെ പ്രയാസപ്പെടേണ്ട കാര്യമൊന്നുമില്ല. പ്രയാസകരമായ സമയം കഴിഞ്ഞു. നാളെ മുതൽ ഭാഗ്യോദയ സമയം തുടങ്ങുകയാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നാളെ വെള്ളിയാഴ്ചയാണല്ലോ. അപ്പോൾ ശുക്രൻ ചിങ്ങത്തിൽ നിൽക്കുന്നതിനാൽ കൂടി മഹാലക്ഷ്മി ദേവിയെ ഭജിക്കുന്നത് സാമ്പത്തിക തടസ്സങ്ങൾ മാറാനായിട്ട് നാളെ ഏറ്റവും സഹായിക്കും. അപ്പോൾ നാളെ രാവിലെ ഒരു നെയ്വിളക്ക് തെളിയിച്ചിട്ട് ഓം മഹാലക്ഷ്മി നമഃ ഇത് 108 തവണ വിളക്കിന് മുന്നിലിരുന്ന് പ്രാർത്ഥിക്കുക. ലക്ഷ്മി ദേവിയുടെ ചിത്രം ഉണ്ടാവുമല്ലോ വീടുകളിൽ. അപ്പോൾ എന്നും പ്രാർത്ഥിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് നാളെ മുതൽ നമ്മളൊരു തുടക്കമാകട്ടെ. നാളെ വെള്ളിയാഴ്ചയും കൂടിയാണല്ലോ. അപ്പോൾ നാളത്തെ ദിവസം രാവിലെ കുളിച്ച് ശുദ്ധിയായി വന്നതിന് ശേഷം വിളക്ക് തെളിയിച്ച് നെയ്വിളക്ക് തെളിയിച്ച് അമ്മയോട് പ്രാർത്ഥിക്കുക. അതായത് ഓം മഹാലക്ഷ്മി നമഃ ഓം മഹാലക്ഷ്മി നമഃ അങ്ങനെ ഒരു 108 ജപിക്കുക. തെറ്റാതിരിക്കാനായിട്ട് ചെറിയ കല്ലോ എന്തെങ്കിലും എടുത്ത് വെച്ച് കണക്ക് തെറ്റാതെ നിങ്ങൾക്ക് ജപിക്കാം. ഒരു ദിവസവും ചെയ്തു നോക്കെ. പിന്നെ എപ്പോഴും ചെയ്യാനുള്ളൊരു മനസ്സ് വരും. അങ്ങനെ മനസ്സ് വരുന്നത് എന്തുകൊണ്ടാണ്? ലക്ഷ്മി ദേവി നമ്മളിൽ സംപ്രീതയാകുന്നതിനാലാണ്. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കിയാട്ടെ. അപ്പോൾ ആദ്യത്തെ ഒരു ലളിതമായ പരിഹാരം ഇത് ആർക്കും ചെയ്യാവുന്നതാണ്. കുഞ്ഞു കുട്ടികൾക്ക് വരെ ചെയ്യാം. കാരണം നമുക്ക് ജപിച്ചാൽ മാത്രം മതി, തെറ്റില്ല ജപിക്കുക കൂടി വേണം. അത് കുഞ്ഞുമക്കൾ അമ്മമാരുടെ അടുത്തിരുന്ന് കേട്ടാൽ മതി. കാരണം ഇപ്പോഴേ അവർ കേട്ട് പഠിക്കുന്നതാണ് ഭാവിയിൽ അവർക്കൊരു മുതൽക്കൂട്ടായിട്ട് മാറുന്നത്. അതുകൊണ്ട് അവരെ ഇതൊന്ന് പഠിപ്പിച്ചു കൊടുക്കുക. അമ്മമാരിത് ചൊല്ലുക. ആരാണോ ഏത് നക്ഷത്രക്കാർ ഈ പറഞ്ഞ നക്ഷത്രത്തിൽ നിങ്ങൾ പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും നാളത്തെ ദിവസം മുതലിട്ട് തുടക്കമായിട്ട് തുടങ്ങുക. കൂടാതെ നാളെ അവിട്ടം നക്ഷത്രമാണ്. അപ്പോൾ ചൊവ്വയുടെ നക്ഷത്രം കൂടിയാണ്. അതിനാൽ നാളെ ശിവക്ഷേത്രത്തിലോ അതല്ലെങ്കിൽ അടുത്ത വിഷ്ണു ക്ഷേത്രമുണ്ടെങ്കിലോ അവിടെ പോയി പ്രാർത്ഥിച്ച് വഴിപാട് കഴിക്കുന്നത് ഉത്തമമാണ്. പ്രത്യേകിച്ച് ചിങ്ങൻ രാശിക്കാർക്കും ധനുരാശിക്കാർക്കും ശത്രുദോഷങ്ങളില്ലാതെയാകാനായിട്ട് ഇത് സഹായിക്കും. ഇവിടെ ശത്രു എന്ന് പറയുന്നത് ഒരു വ്യക്തി ചെയ്തു എന്നല്ല, ഗ്രഹങ്ങൾ നമുക്ക് ശത്രുതാഭാവത്തിൽ നിന്നാലും ശത്രുദോഷം എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. അതേപോലെ നമ്മളുടെ കൈകാലുകൾ ഒരു പ്രവൃത്തി ചെയ്താൽ പറഞ്ഞാലും മനസ്സ് വേറൊരു പ്രവൃത്തി ചെയ്യുമെന്ന് തെറ്റിലേക്ക് നമ്മളെ കൊണ്ടുപോയാലും മനസ്സവിടെ ശത്രു എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. അപ്പോൾ ഒരു വ്യക്തി ചെയ്തു എന്നതല്ല പറയുന്നത്. നമ്മൾ മനസ്സുകൊണ്ടൊരു കാര്യം ആഗ്രഹിച്ചാൽ നമ്മുടെ ശരീരം അതിനെതിരായി നിന്നാൽ അതും ഒരു നെഗറ്റിവിറ്റിയാണ്. അപ്പോൾ ആ ഒരു നെഗറ്റിവിറ്റി നമ്മളിൽ നിന്ന് പോകുന്നതിന് വേണ്ടി നാളെ ശിവക്ഷേത്രത്തിലോ അല്ലെങ്കിൽ അടുത്ത വിഷ്ണു ക്ഷേത്രമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി പ്രാർത്ഥിക്കാവുന്നതാണ്. കയ്യിൽ ധനമൊന്നുമില്ല, എന്ത് ചെയ്യുമെന്ന് ഓർത്ത് പ്രാർത്ഥിക്കാതിരിക്കുകയൊന്നും വേണ്ട. 1 രൂപ നാണയം കാണുവാൻ എടുക്കാൻ. ഇനി 1 രൂപ നാണയം എടുക്കാനില്ലെങ്കിൽ നമ്മുടെ ഹൃദയമല്ലേ ഭഗവാന് വേണ്ടുന്നത്. അപ്പോൾ അടുത്ത് ചെടിയൊക്കെ നട്ടുപിടിപ്പിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് ചെടികൾ കാണുമല്ലോ, അത് തുളസി കാണുമല്ലോ. ആ തുളസി 10 എടുത്ത് ഒരു വാഴയില കഴുകിയിട്ട് അതിലേക്ക് വെച്ചിട്ട് ക്ഷേത്രത്തിൽ പോകും. അവിടെ കൊണ്ട് സമർപ്പിച്ചാൽ മതി. നിങ്ങൾ ആ 100,000 കോടി കൊടുക്കുന്നതിനേക്കാൾ നിങ്ങൾ കൊണ്ടുചെന്ന ആ തുളസിയിലേക്കായിട്ടാണ് ഭഗവാൻ പ്രസാദിക്കുന്നത്. അപ്പോൾ അത് കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കണം. ചിലപ്പോൾ മുടിയൊക്കെ കുരുങ്ങി കിടക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാതെ സൂക്ഷിച്ച് കൊണ്ടുപോകാനും വൃത്തി വേണം. അതാണ് മെയിൻ കാര്യം. വൃത്തി വേണം, ഭക്തി വേണം. അങ്ങനെ ചെയ്യുമ്പോൾ ഭഗവാൻ നമ്മളിൽ സംപ്രീതനായി നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ അഭീഷ്ടങ്ങൾ അദ്ദേഹത്തിന് അറിയാമല്ലോ എന്തൊക്കെയാണ് നമുക്ക് തരേണ്ടതെന്ന് അല്ലെങ്കിൽ നൽകേണ്ടതെന്ന്. അത് കൃത്യമായിട്ട് തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതിനും അല്ലെങ്കിൽ ശത്രുക്കൾ നിമിത്തം നിങ്ങളുടെ നെഗറ്റിവിറ്റി ആരെങ്കിലും എവിടെയെങ്കിലും ഇരുന്ന് പറയുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇല്ലാതെയാകാനും സഹായിക്കും. അപ്പോൾ അടുത്ത് വിഷ്ണു ക്ഷേത്രമുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ശിവക്ഷേത്രമുണ്ടെങ്കിൽ നാളത്തെ ദിവസം ഈ പറഞ്ഞ 3 രാശിക്കാരൊന്ന് പോകുന്നത് ഉത്തമമായിരിക്കും. അതേപോലെ തന്നെ നാളെ രാവിലെ ഒരല്പം ധാന്യമോ അതല്ലെങ്കിൽ വെള്ളമോ പക്ഷികൾക്ക് നൽകാൻ ശ്രമിക്കുന്നത് ഉത്തമമാണ്. ഇത് രാഹുകേതുക്കളുടെ ദോഷങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ഒരു തീഷ്ണതയുണ്ടല്ലോ, ഒരു കൂടിയ ഒരവസ്ഥ, ആ തീഷ്ണത കുറയ്ക്കുന്നതിന് ഏറ്റവും നല്ലൊരു പരിഹാരമായിട്ടാണ് ഗ്രന്ഥങ്ങൾ പറയുന്നത്. അപ്പോൾ ഗ്രന്ഥങ്ങളിൽ ആചാര്യന്മാർ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അതേപടി പാലിച്ചു പോവുകയാണെങ്കിൽ വലിയ മാറ്റം ഉണ്ടാകും. കാരണം അവർ വെറുതെ എഴുതി വയ്ക്കുന്നതല്ല, അവരുടെ അറിവിൽ നിന്ന്. കാരണം ഭാവിയിൽ മറ്റു പല ആളുകൾക്കും ഇത് ഗുണകരമായി മാറണമെന്ന ചിന്തയിലാണ് ആചാര്യന്മാർ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ളത്. അപ്പോൾ അത് വായിച്ചു നോക്കി ഒരുപാട് നമുക്ക് വീട്ടിൽ തന്നെ ലളിതമായി നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ധനത്തിനനുസരിച്ച് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. അപ്പോൾ അതിൽ ഒരു പരിഹാരമാണിത്. അപ്പോൾ ഈ രാഹുകേതുക്കളുടെ ദോഷത്തിൻ്റെ ഒരു തീഷ്ണതയുണ്ടല്ലോ, അപ്പോൾ ആ ഒരു കാഠിന്യം എന്ന് നമുക്ക് പറയും. കാഠിന്യം കുറയ്ക്കുന്നതിന് നാളെ രാവിലെ ഒരല്പം ധാന്യം, എന്തെങ്കിലും ധാന്യമാകട്ടെ, പയറോ അങ്ങനെ ധാന്യമോ അല്ലെങ്കിൽ കുറച്ച് അരിയാകട്ടെ, വെള്ളവും കൂടെ അല്ലെങ്കിൽ ഏതും കൊടുക്കാം. ധാന്യം കൊടുക്കാം അല്ലെങ്കിൽ വെള്ളം കൊടുക്കാം. പക്ഷിക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നത് ഉത്തമമാണ്.
ഇനി നാളെ ആരോടും തർക്കിക്കാൻ പോകാതിരിക്കുക. കുട്ടികളോടാകട്ടെ, അല്ലെങ്കിൽ മുതിർന്നവരോടാകട്ടെ, അയൽക്കാരോടാകട്ടെ, ആരോടും തർക്കത്തിന് പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ കയ്യാങ്കളി ഉണ്ടായാൽ ശരീരത്തിന് ഹാനി ഉണ്ടാകും, അത് ഓക്കെ. അതിലുപരി തർക്കത്തിലേക്ക് പോകുമ്പോൾ വീണ്ടും നമ്മുടെ മനസ്സിലേക്ക് നെഗറ്റീവ് ഊർജ്ജമാണ് വന്നു കയറുന്നത്, അല്ലെങ്കിൽ നമ്മളെ നെഗറ്റീവ് ഊർജ്ജം വീണ്ടും പൊതിയും. നമ്മൾ ഓൾറെഡി നെഗറ്റീവിലാണ് ഇരിക്കുന്നത്, വീണ്ടും നെഗറ്റിവിറ്റി കൊണ്ടുവരാനാണോ നമ്മൾ ശ്രമിക്കേണ്ടത്? അല്ല, നമ്മളിൽ നിന്ന് ആ നെഗറ്റിവിറ്റിയെ പുറത്താക്കി പോസിറ്റിവിറ്റിക്കാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ നാളെ കഴിവതും തർക്കത്തിനൊന്നും പോകാതെ കോപത്തെ നിയന്ത്രിക്കുക. മനുഷ്യ സഹജമായി കോപത്തിലൂടെ കടന്നു പോകേണ്ടതായി വരും, അങ്ങനെയുള്ള ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. എങ്കിൽ പോലും നാളത്തെ ദിവസം കോപത്തിന് പോകരുത്. കാരണം എന്തെന്നാൽ പ്രപഞ്ചം നിങ്ങളുടെ ദുഃഖം കണ്ടിട്ട് അനുകൂലമായി പ്രവർത്തിക്കാൻ തുടങ്ങുന്ന സമയമാണ്. ആ സമയത്ത് ആ പ്രപഞ്ചത്തിനെ നിങ്ങളുടെ മേൽ മടുപ്പുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവൃത്തി നമ്മൾ ചെയ്താൽ പ്രപഞ്ചം വീണ്ടും നമ്മളെ നോക്കിയിട്ട് ടാറ്റാ ബൈ ബൈ പറയും. അതുകൊണ്ടാണ് പറയുന്നത് നാളത്തെ ദിവസം നിങ്ങൾക്കൊരു വലിയ ഭാഗ്യമുണ്ടാകാൻ, നമ്മൾ ഇതുവരെ അനുഭവിച്ച പ്രയാസങ്ങൾ മാറി വലിയൊരു ഭാഗ്യത്തിലേക്ക് എത്തുന്ന സമയമാണ് ഈ 3 രാശിക്കാർക്ക്. അതുകൊണ്ട് പ്രത്യേകമായിട്ട് ഇതൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് നാളത്തെ ഗ്രഹവിന്യാസം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന അത്ഭുതകരമായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി ഒന്ന് നോക്കിയാൽ ധനപരമായിട്ടൊരു കുതിച്ചുചാട്ടം ഉണ്ടാകുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം തർക്കങ്ങൾക്കോ വഴക്കുകൾക്കോ പോകാതിരിക്കുക എന്ന് വീണ്ടും പറയുകയാണ്. പ്രതീക്ഷിക്കാത്ത സ്രോതസ്സുകളിൽ നിന്ന് പണം വന്നു ചേരാൻ ഭാഗ്യം കാണുന്നുണ്ട്. പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അനുകൂലമായ ഒരു സമയമാണ്. അനുകൂല പങ്കാളിയൊക്കെ ലഭിക്കാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. അതേപോലെ ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ തൊഴിലവസരങ്ങളൊക്കെ വരാനും വിദേശത്ത് പോകാനുള്ള തടസ്സമാണ് നിങ്ങൾക്ക് മാനസിക പ്രയാസം നേരിട്ടുകൊണ്ടിരിക്കുന്നതിന് കാരണമായതെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറി വിസ സംബന്ധമായ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ടാണ് പറയുന്നത് വഴക്കിന് പ്രശ്നങ്ങൾക്ക് പോകല്, വിദേശത്തൊക്കെ പോകേണ്ടതാണ്. ചെറിയ ചെറിയ വഴക്കുകളിലേക്ക് പോയാൽ കൊടുക്കാൻ ശ്രമിക്കുന്ന ആളുകൾ കാണും, അവർ നിമിത്തം ചില പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ ആ ഭാഗം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി പിരിഞ്ഞ് താമസിച്ചിരുന്നതായ ദമ്പതികൾക്കിടയിൽ ഒത്തുതീർപ്പൊക്കെ ഉണ്ടാകുന്നതായ സമയമാണ്. മക്കളുടെ വിവാഹ കാര്യങ്ങളിലുണ്ടായ തടസ്സങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറി മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള അന്തരീക്ഷം ഒരുങ്ങി വരുന്നതായ സമയമാണ്. മാനസികമായ ഭാരങ്ങളൊക്കെ മാറുന്നതാണ്. മനസ്സിന് കടുത്ത ആശ്വാസം വന്നു ചേരുന്നതാണ്. പുതിയൊരു ആത്മവിശ്വാസം വന്നു ചേരുന്നതാണ്. അപ്പോൾ നാളെ മുതൽ ഒരു ആത്മവിശ്വാസം ഉള്ളൊരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങളെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കഴിഞ്ഞ കുറേ കാലമായി നിങ്ങൾ അനുഭവിച്ച കണ്ണീരിനും കഷ്ടപ്പാടിനും പ്രപഞ്ചം നാളെ മുതൽ പലിശ സഹിതമായിട്ട് സന്തോഷം നിങ്ങളിലേക്ക് തിരികെ തരാൻ പോകുന്നു എന്നത് ആദ്യം തന്നെ അങ്ങോട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഈ ജ്യോതിഷ ഗ്രന്ഥങ്ങൾ പറയുന്നത് കർമ്മം കൃത്യമാണെങ്കിൽ ഫലം നിശ്ചയമെന്നാണ്. നിങ്ങൾ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടാകും, ജ്യോതിഷ ഗ്രന്ഥങ്ങൾ വായിക്കുന്നവരാണെങ്കിൽ. നമ്മൾ കൃത്യമായിട്ട് കർമ്മം ചെയ്യുകയാണെങ്കിൽ അതിനുള്ള ഫലം ഇന്നല്ലെങ്കിൽ നാളെ നമ്മളിലേക്ക് പ്രപഞ്ചം കൊണ്ടുവന്ന് തരും. അപ്പോൾ നിങ്ങളുടെ കഷ്ടകാലം അവസാനിക്കുകയാണ്. മേടം, ചിങ്ങം, ധനു രാശികളിൽ വരുന്ന പ്രിയപ്പെട്ട ഈ 9 നക്ഷത്രക്കാരോടായിട്ട് പറയുകയാണ്, ഈ വരുന്ന മാറ്റത്തെ പൂർണ്ണ മനസ്സോടെ, അല്ലെങ്കിൽ ഒരു സംശയദൃഷ്ടിയോടെ അല്ല, പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കാനായിട്ട് ശ്രമിക്കുക. ഈശ്വര വിശ്വാസത്തോടെ നിങ്ങളുടെ കർമ്മങ്ങൾ എന്താണോ അത് കൃത്യമായി ചെയ്ത് മുന്നോട്ട് പോവുക. നിങ്ങൾ അനുഭവിച്ച വിഷമങ്ങൾ ആര് കണ്ടില്ലെങ്കിലും പ്രപഞ്ചം കണ്ടിട്ടുണ്ട്, ദൈവം കണ്ടിട്ടുണ്ട്. അത് ആ വ്യക്തികൾ കണ്ടാൽ മതിയല്ലോ, അതായത് പ്രപഞ്ചവും ദൈവവും കണ്ടാൽ മതി, പിന്നെ ആരാ കാണേണ്ടത്? അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഈ പ്രപഞ്ചം നിങ്ങൾ അനുഭവിച്ച ദുഃഖങ്ങളെ മാറ്റി അതിലേക്ക് ഇരട്ടി സന്തോഷത്തെ തരാൻ പോകുന്ന ദിവസമാണ്. അപ്പോൾ നാളത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായത്തിൻ്റെ തുടക്കമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റൊരു അധ്യായവുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.